വെള്ളം തന്നെ വേണം അച്ഛാ? വെള്ളം എന്തിനാണ്? വെള്ളമൊക്കെ അവിടെ പോയിട്ട് കുടിക്കാം. ഒരു വണ്ടി ഇപ്പൊ അങ്ങോട്ട് പോയതല്ലേ ഉള്ളൂ. അത് നിർത്താതെ പോയില്ലേ? ഒന്ന് കൈ കാണിച്ച് നിർത്തിയാ പോരെ. ട്രെയിനാണ് അച്ഛാ കൈ കാണിച്ച് നിർത്തണത്. ഒരാള് നടുക്കേറി നിന്നാ നിർത്തൂല, പിന്നെയാണ് കൈ കാണിച്ച്. ട്രെയിൻ പോയോ? ഒരെണ്ണം പോയി, പക്ഷെ നിർത്തിയില്ല. അപ്പൊ അതല്ല. ഇത് എവിടെ പോണതാ? എവിടെ പോണതാ? തിരുവനന്തപുരത്തോട്ട്. അവിടെ എന്താ ചെയ്യണേ? എനിക്ക് അവിടെ ജോലി. എന്ത് ജോലി? സർവേ ഡയറക്ടറേറ്റില്. ഞങ്ങളും തിരുവനന്തപുരത്തോട്ടാ. എന്തിനാ? അച്ഛനൊന്നേ ഡോക്ടറെ കാണിക്കണം. മെഡിക്കൽ കോളേജിലോ? ഇതെന്താ വണ്ടി വരാത്തെ? കൊറേ നേരമായി നോക്കിയിരിക്കണു. ഇന്ന് ഇത്തിരി ലേറ്റ് ആണെന്ന് തോന്നുന്നു. അതെ അല്ലേ? ഈ വണ്ടിക്ക് പോയൊരു 10-10 ആകുമ്പോ അവിടെ ചെല്ലാൻ പറ്റൂലേ ഞങ്ങക്ക്? എത്താൻ പറ്റും, അത് ഓടിയെത്തും. എന്റെ മൊയ്തു സാറേ, നിങ്ങൾ ആ ബൈക്ക് ആ മരത്തിന്റെ ചോട്ട് മാറ്റിയിട്ട് ആ സെക്യൂരിറ്റിയോട് വെച്ച പോലെ അവിടെയൊക്കെ അയാൾക്ക് 10-20 ഉറുപ്പ് കൊടുക്കണോ? അത് ഡെയിലി കൊടുക്കുന്ന ഉണ്ടാവും ഇത് ടൈമില്. ആ ശരി, അതെ. എടുത്തി കായംകുളത്തില്ലോ? കായംകുളത്ത്. ഞാൻ തിരുവനന്തപുരത്തേക്കാണ്. നമ്മളങ്ങോട്ട് തന്നെയാ. അതെ, അത് ശരി. ഞങ്ങളവിടെ സെക്രട്ടേറിയറ്റിൽ വർക്ക് ചെയ്യാം. അപ്പൊ ഇത്രയും ദൂരം പോണം അങ്ങക്ക്? ആ, ഡെയിലി തന്നെയാ പണി. അത് ശരി. അല്ല, അങ്ങക്ക് ഈ ഗവൺമെന്റിന്റെ നമ്മുടെ വീടിന്റെ അടുത്തുള്ള സെക്രട്ടേറിയറ്റിലൊന്നും കിട്ടൂലേ? കിട്ടൂലേ? ഇല്ല, അത് കിട്ടൂല. ആദ്യമായിട്ട് പോവാ? ആദ്യമായിട്ടാണോ? ഞാൻ ആദ്യമായിട്ടാ. എന്തെങ്ങളൊക്കെ അവിടെ എന്തത് താങ്കളുടെ സ്ഥലല്ലേ? കുട്ടിയ താങ്കളുടെ സ്ഥലല്ലേ? ട്രെയിനിൽ അങ്ങനെയൊന്നും ഇല്ല. ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ മുത്തിരിക്കും. എവിടെ പോവാ? ഞാൻ തിരുവനന്തപുരത്തേക്ക്. ഞങ്ങളും അങ്ങോട്ട് തന്നെയാ. നിങ്ങളുണ്ട് അതുവരെ? എന്തിനാ തിരുവനന്തപുരത്ത് പോണേ? ഞാനൊരു കല്യാണം ഉണ്ട് അവിടെ. അതിന് പോവാണ്. അവിടെ എന്റെ ബന്ധുക്കളെ കുട്ടികളുടെ കുടുംബക്കാരും ഇല്ലേ? വേറെ കുടുംബക്കാരും ഇല്ലേ? അവരൊക്കെ പോയി തലേദിവസം പോയേക്കണ്. ഒറ്റയ്ക്ക് പോവാ? ഞാനക്ക് പോവാൻ പറ്റില്ല. ഞാൻ കന്നാലികളുണ്ടേ, ഒറ്റയ്ക്ക് വെള്ളം കാട്ടാൻ വേണ്ടി നിന്ന് ഏറ്റേക്കാണ്. ഒരു സ്ഥലം തന്നാലും മാനെ ചങ്കിടിക്കാലേ. നിങ്ങളവിടെ കുത്തിരിക്കി. അല്ല, ഇവർക്ക് സൗകര്യം കിട്ടിക്കോട്ടെ. ഇവിടെ ട്രെയിനിൽ ഇങ്ങനെ തന്നെയാണ്. അല്ല സാറേ, ഇന്ന് കോട്ടിട്ടുണ്ടോ? അതൊന്നും പറയണ്ട. പെരേന്ന് ഇറങ്ങുമ്പോ നല്ല മഴ, ആകെ നന്ദി. അപ്പൊ തിരിച്ച് പെരയ്ക്ക് തന്നെ പോയിട്ട് ഷർട്ട്, നിറഞ്ഞ ഷർട്ട് ഊരിയിട്ടിട്ട് കോട്ട എടുത്തിട്ട് അടിയിൽ ഷർട്ട് ഇടാൻ മറന്നുപോയി. അപ്പൊ ഇന്ന് മുഴുവൻ ഇങ്ങനെയാണോ? അല്ലല്ല, ഞാൻ ചോദിച്ചിരിക്കണ്. 1000 രൂപ കടം ചോദിച്ചിരിക്കുക എന്തിന്? ഷർട്ട് വാങ്ങിക്കാൻ. കായില്ലെന്ന് മാസം കൂടി സമയല്ലേ? ഒന്ന് ലേശായിട്ട് നീങ്ങിരിക്കേ, കാലം തുടക്കട്ടെ. സൗകര്യം ഉണ്ട്. അത് ഈ കൊട വേണമെങ്കിൽ അവിടെ തൂക്കിക്കോ. ഞാൻ മറക്കോ? മറക്കും ഞാൻ. അതാണ് ഒരു ഇത്തിരി സ്ഥലത്ത് അവിടെ തന്നെ സൗകര്യം വരുന്ന അവിടെ. എന്തിനാണ് കാരണൂര്? നിങ്ങൾക്ക് അവിടെ എന്താ കുഴപ്പപ്പോ? ഇല്ല, ഒന്നുമില്ല. നിങ്ങൾ എവിടേക്കാ യാത്ര? തിരുവനന്തപുരത്തോട്ട്. അവിടെ പണിയെടുക്ക? അല്ല, എന്റെ അച്ഛന് സുഖമില്ല. ഇപ്പൊ ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി കൊണ്ടുപോണതാ. നെഞ്ചുവേദന. അവിടുത്തെ മെഡിക്കൽ കോളേജിലല്ലേ? മെഡിക്കൽ കോളേജില്. അവിടെ ഒരു 11 മണിയൊക്കെ ആകുമ്പത്തിന് എത്തുമോ? 10 മണിക്ക് എത്തുമല്ലോ. ഡോക്ടർ ചീട്ട് എടുത്തിട്ടുണ്ടേ, 11 മണിക്ക് ചെല്ലണം. അതൊക്കെ തന്നെ എന്റെ സ്ഥിതി. ഇതൊക്കെ തന്നെ. എന്താ, ഒരു കുഴപ്പമില്ലല്ലോ. കാണുമ്പോ അങ്ങനെയൊക്കെ തോന്നും.
അയ്യോ വേണ്ട. ആ ഭായിന്റെ തീച്ചറ്റും പോകുന്നേക്കും. അല്ല ഞങ്ങൾക്ക് സ്ഥിരമായിട്ട് ഇങ്ങനെ ഓരോന്നുണ്ടാവും. അൽഫാത്തിഹ. എവിടെ സ്ഥലം? എവിടെ സ്ഥലം? തിരുവനന്തപുരം എത്തിയിട്ടില്ല ചേട്ടാ. തിരുവനന്തപുരത്തെ ഞങ്ങളൊക്കെ ഇറങ്ങും. അപ്പൊ ഇറങ്ങിയാ മതി. ഞങ്ങൾ ഉറങ്ങിക്കോളി. ഇറങ്ങിക്കോളി. അല്ല എവിടേക്കാങ്ങള്? എനിക്കൊരു ഇന്റർവ്യൂ ഉണ്ട് അവിടെ. എവിടെ നിങ്ങൾക്ക് വഴുതക്കാട് എന്ന് പറയും. വഴുതക്കാട് ഞങ്ങൾക്ക് അറിയോ? കരുതക്കാടാ വിചാരിച്ച കരുതക്കാടാ കരുതക്കാട് അറിയില്ല. എന്തിന്റെ ഇന്റർവ്യൂ? ഒരു ജോലിയുടെ. എന്ത് ജോലി? ജോലി ഒരു നൈറ്റ് വാച്ച്മാൻ കൂട്ടിയാണ്. ഞങ്ങൾ ഇതുവരെ പഠിച്ച് ബിടെക് വരെ. അല്ലോ വീട്ടൊക്കെ ഒരു പഠിച്ചിട്ട് വാച്ച്മാൻ പഠിക്കാ പോണ്. ഇല്ല, എനിക്ക് ഗൾഫിൽ ആദ്യം ഒരു ജോലി ഉണ്ടായി. അപ്പൊ പോയി. അപ്പൊ വേറെ എന്തെങ്കിലും ആവുന്നവരെ വെറുതെ നിക്കണ്ടല്ലാന്ന് കരുതി. അത് ശരി. അത് നല്ലതാട്ടോ. നിങ്ങൾ പ്രീഡിഗ്രി ഡിഗ്രിക്കുണ്ടാവോ ഇപ്പൊ? പയ്യ ഡിഗ്രി വീട്ടൊക്കെ പോണാ. ഇപ്പോഴല്ലേ പ്ലസ് ടു ഒക്കെ വന്ന് നമ്മളൊക്കെ പഠിക്കുന്ന കാലത്ത് ഏതുവരെ പഠിച്ച്? ഞാൻ 10ാം ക്ലാസ്. 10ാം ക്ലാസ് വരെ പഠിച്ചു. അപ്പൊ പിന്നെ നിങ്ങളോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഏതപ്പോ ഇത് സ്ഥലം? ഇവിടെ കുറെ പൊന്തക്കാടല്ലാണ്ട് വേറെ ഒന്നും കാണാനല്ലോ. സത്യത്തെ പിടിച്ചിട്ടല്ലോ. പിടിച്ചില്ലേ? എന്ത് ഈ വണ്ടി ആര്? ആരോ പിടിച്ചിട്ടു. അല്ല അപ്പൊ അത് ഇപ്പൊ ചോദിക്കാനും പറയാനും ആൾക്കാരൊന്നും ഇല്ല ഇപ്പൊ അതിന്. വേറൊരു വണ്ടി കടന്നു പോവാണ്ട് അതിന് നമ്മളെ വണ്ടി നിർത്തിയിട്ടാണ്. കുട്ടികളെ എങ്ങളൊക്കെ ഒന്നിന് മാത്രം പോന്ന ബാല്യക്കാരല്ലടോ. ഒന്ന് ചോദിച്ചും ചോദിക്കണവർക്ക് അങ്ങനെ ചോദിക്കാം, പറയണവർക്ക് അങ്ങനെ പറയാം. ഒന്നും സംഭവിക്കില്ല. ഒരുപാട് നേരം പിടിച്ചിടുവോ? ചിലപ്പോ അരമണിക്കൂറെങ്കിലും പിടിച്ചിടും. ഡോക്ടറെ കാണാൻ പറ്റുമോ? ഒന്നും പറയാൻ പറ്റില്ല. നമ്മളിപ്പോ ഒന്ന് ലീവ് ആക്കേണ്ടി വരും കേട്ടോ. അവിടെ ലീവ് ആണ്ടി വരും. ഇതിപ്പോ എത്രാമത്തെ ലീവ് ഈ ട്രെയിൻ കാരണം? 10:30 കഴിഞ്ഞിട്ടാണ് കയറി ചെല്ലാൻ പറ്റില്ല. ഇല്ല സാറെ 10 കഴിഞ്ഞ് എനിക്ക് ജോലി കിട്ടൂല കേട്ടോ. ഇതാണ് ചോദിക്കാനും പറയാനും ആൾക്കാര് എത്ര എണ്ണത്തിന് അടങ്ങറാക്കിട്ടപ്പ ഈ പിടിച്ചിട്ടേക്കണേ. പിന്നെന്താ ധാരയിന്റെ ആൾക്കാര് ഒക്കെ വോട്ട് കൊടുത്ത് ജയിപ്പിക്കണേലും ഭേദം അതൊന്നും വല്ല ആൾ വർക്കുള്ളടത്ത് കൊണ്ട് നിർത്തിയാൽ തിരക്കടില്ല. ഈ ഒന്തക്കാടിന്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ട് ഉള്ളിൽ വെള്ളം കുടിക്കാൻ പറ്റും? വെള്ളം വേണം ഞങ്ങൾക്ക്. അങ്ങനെ നീങ്ങിരിക്കൂട്ടി എന്താ കാട്ടണേ? എടുക്കണ്ട അതിന് വെച്ചേ അതപ്പുറം ഞാൻ കൊടുത്തു. സാറേ ധാവന ഭാഷ വന്നിട്ടേ നമ്മുടെ ഭാഷ ലീവ് വേണ്ട. ആ ശരി. വട വടേ 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 വട വേണോച്ചാ? വടയും കൊണ്ടൊന്നും വേണ്ട, അങ്ങോട്ട് എത്തിയാ മതി. പിന്നെ ചായക്കാരനോ? ചായക്കര മേക്കറി വരുന്നുണ്ട്, ഇപ്പം വരും. ശരി. വട വടേ 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 വടേ. അതെ മണ്ടു, ട്രെയിനിൽ നിന്നും ഒരു വിധം പാകണ്ടെങ്കിൽ ഈ വക സാധനങ്ങൾ ഒന്നും വാങ്ങിച്ചു കഴിക്കരുത്. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കുന്നത് അറിയോ? ടോയ്ലറ്റിൽ നിന്നൊക്കെ വെള്ളം എടുത്തിട്ട് സാധനം ഉണ്ടാക്കണത്. പിന്നെ ചോദിച്ചോക്ക്. ശരിയാവും. സത്യോ പരമാർത്ഥോ? സാറ് വേണ്ട യാത്ര കണ്ടതാ ഈ ബടേന്റെ മേൽക്കൂടെയൊക്കെ ഇവരെ അങ്ങോട്ടും കൂടെ നടക്കില്ല. നടന്നേണ്ട് പോകുമ്പോഴേക്കെ ചെരുപ്പിന്റെ മുകളിൽ വെള്ളം ആ ബട വെക്കണ ചങ്ങായി ഉണ്ടല്ലേ, ഓൻ ബടാ ബടാന്ന് പറയുമ്പോ ഓന്റെ വായിലെ തുപ്പല് മുഴുവൻ ബടേ. ഈ ബടയിൽ നമ്മുടെ വിട്ട് 15 മിനിറ്റ് കേട്ടോ പിടിച്ചു. സാറേ എത്ര കറക്റ്റ് ടൈമിനെത്തുമല്ലേ? അന്യം പിടിച്ചോളൂ. ഓടി പിടി. ഇനി വേറെ എവിടെ നിർത്തിയില്ലെങ്കിൽ ഓക്കെ. ഓക്കെ. ഞാൻ അപ്പഴേ ഇവരോട് പറഞ്ഞതാണ് ബസ്സിന് പോവാം. നേരെ ബസ്സിന് പോയാൽ സുഖം കിട്ടൂല. ഒന്ന് മൂത്രയിക്കണം തോന്നി ഞങ്ങൾ എന്താക്കൂ? നമുക്ക് ഇങ്ങനെ സംസാരിക്കാൻ പറ്റൂല, അങ്ങനെ ഉണ്ട്. അതാണ് അതാണ് ഈ ട്രെയിൻ യാത്രയുടെ ഒരു സുഖം. അതല്ല കാലിലേക്ക് ശാലി കൊഞ്ച കാലിരിക്ക. അഴകുള്ള റോസാപ്പൂവേ നിലക്കായി വാഴേ ഞാനും. അടിച്ചു വരണേ.
അഴകുള്ള റോസാപ്പൂവേ നിനക്കായി വാഴ്വേ ഞാനും എന്നെ വിട്ടു പോവാതെ എന്റെ നെഞ്ചം താങ്കാത്. അഴകുള്ള റോസാപ്പൂവേ നിനക്കായി വാഴ്വേ ഞാനും. ഇത് നല്ല കളക്ഷൻ ആണല്ലോ. ശരി സാർ. ശരി ശരി ഇതാ. അഴകുള്ള റോസാപ്പൂവേ ഉണക്കാത വാഴ്വേ ഞാനും എന്നെ വിട്ടു പോവാതെ இந்த നെഞ്ചം താങ്കാത്. എന്താ ഓരോ ജാതി ജീവിതങ്ങള് ഞാൻ ആലോചിക്കാണേ. ഒരു രണ്ട് കാലിന് സ്വാധീനമില്ല. അല്ല എന്നാലും ഓൻ അധ്വാനിച്ച് ജീവിക്കണമെന്നല്ലോ. അതാണ്. ഹലോ, നീ എവിടെയാണ്? ഞാൻ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങും. ആ, നീ എവിടെ ഉണ്ടോ? ആ വ്യൂ ബ്രിഡ്ജിന്റെ അവിടെ നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം. ആ ഹലോ, എവിടെ ടിക്കറ്റ് എടുക്കാം കേട്ടോ. ഹലോ, ഇതെന്തേത്? അപ്പൊ എനിക്കൂടെ തോന്നണ്ടേ? നോത്തെ. ഹലോ, എവിടെ ടിക്കറ്റ്? ഹലോ, ഇത് പെട്ടെന്ന് നൂത്തെടുക്കൂ. നിങ്ങളൊക്കെ എന്താ കളിക്കാണ്? ടിക്കറ്റ് കിട്ടി അവനെ. ഹലോ ഹലോ ഹലോ, ടിക്കറ്റ് എടുക്ക. ടിക്കറ്റ് ടിക്കറ്റ് ഉണ്ടോ? ഉണ്ട്. എന്നാ എടുക്ക്. ഇല്ല ഫൈൻ അടയ്ക്കേണ്ടി വരും. അയ്യോ സാർ, ഒരു തവണത്തേക്ക്. ടിക്കറ്റ് ആൾക്കാരൊക്കെ ടിക്കറ്റ് എടുത്തിട്ടാണല്ലേ യാത്ര ചെയ്യുന്നത്. പിന്നെ നിങ്ങളത്തെ ടിക്കറ്റ് എടുക്കാത്ത? സോറി സാർ, ഞാൻ പെട്ടെന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് വന്നപ്പോ പെട്ടെന്ന് അനൗൺസ്മെന്റ് കേട്ടപ്പോ. എന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമല്ലോ സുഹൃത്തെ. ഇതിപ്പോ ഫൈൻ അടച്ചേ പറ്റൂ. നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഞാൻ കൃഷിയാണ് സാർ. ഓ, അപ്പൊ ഇന്ത്യൻ റെയിൽവേ ആണ് കൃഷി ചെയ്യാന്ന് കരുതിയില്ലേ? ഇപ്പൊ ഫൈൻ എവിടേക്കാ പോകണ്ടേ? തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ്. ഒരു 800 രൂപ ഫൈൻ അടയ്ക്കും. അയ്യോ, എന്റെ കയ്യിൽ അത്രയും പൈസ ഇല്ല സാർ. പിന്നെ തന്നെ എത്ര ഉണ്ട്? അത് 400 ഉണ്ടാ? ഇല്ല സാർ. 300 രൂപ ഉണ്ടാ? ഉണ്ട് സാർ. ആ, എന്നാ അതടക്കി. അതെ, നിങ്ങൾ ഈ ചെയ്യുന്നത് വലിയൊരു കുറ്റമാണ്. ഓവാ. ഇത് ആവർത്തിക്കരുത് കേട്ടോ. ഇല്ല സാർ. ആ, സാർ റെസിപ്റ്റ്. ഓ, അതിന്റെ ഒന്നും ആവശ്യമില്ല. ആ കുന്തമിഴുകി വരുന്നത്. ടിക്കറ്റ് എടുക്കണേ. ടിക്കറ്റ് എടുത്തോളൂ. അവളോടാ ചോദിച്ചത്. ഹലോ, ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റ് കൊടുക്കും. ടിക്കറ്റ് ചോദിക്കണം. മടിയിലുണ്ട്. ബാഗിൽ നോക്കിയത് ബാഗിലുണ്ടാവും. കൊറേ അറയില്ലേ, ഏതെങ്കിലും ഒരു അറയിലുണ്ടാവും. ഇല്ലെന്ന് ഞാൻ അച്ഛന്റെ കൊടുത്തതാ. നിങ്ങളുടെ ടിക്കറ്റ് ഇവിടെ കിട്ടിയോ? ഇപ്പൊ തരാം സാറേ. ചുരുട്ടിക്കുട്ടി കളഞ്ഞോ നീ? ഇല്ല, എന്റെ തന്നിട്ടില്ല മോനെ. ടിക്കറ്റ് എടുത്തില്ലേ? എന്നാ തെരഞ്ഞാല് ഇനിയിപ്പോ വെച്ച സ്ഥലം ഏതാന്ന് ഓർമ്മയില്ലാണ്ട് വെച്ചാലാ. ശ്ശോ, ടിക്കറ്റ് എടുത്തേക്കൂലേ? ഞാന് ടിക്കറ്റ് എടുത്തത് എന്നിട്ട് അച്ഛന്റെ കൊണ്ട് അതെ, മാഡം നിങ്ങൾ തമാശ കളിക്കാതെ ടിക്കറ്റ് എടുക്കും. കാണുന്നില്ല സാറേ. എവിടെ ഇപ്പൊ നിങ്ങള് കൊണ്ടുപോയി? നീങ്ങിരുന്നേ. എനിക്കറിയില്ല. കാർ വരെ ഒന്നും കൂടി തെരഞ്ഞു നോക്കി. എന്റെ കയ്യിലില്ല മോനെ. അച്ഛൻ്റെ അടുത്ത് ചുരുട്ടിക്കൂട്ടി കളഞ്ഞു കഴിഞ്ഞാലോ? എന്റെ കയ്യിലില്ലാന്ന്. എന്നാ നിങ്ങളുടെ പേരെന്താണ്? ഈ വിളിക്കണ അച്ഛനെ. ഹലോ, ഞാൻ ചോദിക്കുന്നു. നിങ്ങളുടെ പേര് പറയും. ശ്യാമള. അതിട്ട് നോക്കിയാൽ മതി. പൈസ എത്രയായി? 35. എന്തപ്പോ ഈ എടുത്ത സാധനം ഇങ്ങനെ കാണാണ്ടാവുക? ഞാൻ ഫൈൻ എഴുതിയിട്ടുണ്ട് കേട്ടോ. 800 രൂപ. സാറേ കിട്ടി.
കിട്ടി. സാറേ കിട്ടിയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, 800 രൂപ ഫൈൻ അടച്ചു. അല്ല ടിക്കറ്റ് ഉണ്ടല്ലോ, ടിക്കറ്റ് ഉണ്ടല്ലോ. അല്ല, അത് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങളിപ്പോ ഈ ഫൈൻ എഴുതി കഴിഞ്ഞ് ഞാൻ എങ്ങനെ ശരിയാവണ? ടിക്കറ്റ് ഇതായിരിക്കണ്. അതെ, ഞാൻ ടിക്കറ്റ് ചോദിച്ചപ്പോ നിങ്ങളുടെ കയ്യിൽ ടിക്കറ്റ് ഇല്ലല്ലോ. അതെ, ഉണ്ടായിരുന്നു എന്നല്ല ഞാൻ ചോദിച്ച സമയം നിങ്ങൾ ടിക്കറ്റ് എന്തായാലും തന്നോ? അപ്പൊ തരയല്ലേ? ഞാൻ നിങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടില്ല. അല്ല സാർ എന്താണ് ഈ പറയണത്? എന്താണ് പറയണത്? 800 രൂപ ഫൈൻ അടയ്ക്കും. 800 രൂപ ഒരിക്കലും ഫൈൻ അടക്കാൻ പറ്റില്ല. ഈ ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് ടിക്കറ്റ് എടുത്ത് എവിടെയെങ്കിലും വെച്ചേക്കാൻ നല്ല ടിക്കറ്റ് കൊണ്ട് നടക്കാൻ പറയണേ. നിങ്ങൾ കാണിച്ചല്ലോ ടിക്കറ്റ്. നിങ്ങൾ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നത്. നിങ്ങളൊക്കെ ഉദ്യോഗസ്ഥരാണ്, അറിയാലോ. മറ്റൊരാളുടെ ജോലിയിൽ ഇടപെടും. അവര് ഹോസ്പിറ്റലിൽ കാണിക്കാൻ വേണ്ടി പോവാണ്. അത് 800 രൂപ തരാനില്ല. അത് അവരുടെ വിഷയം, എനിക്കത് അറിയേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് പറഞ്ഞാലും അവര് മറ്റേ ഫൈൻ അടക്കേണ്ട ഒരു കാര്യമില്ല. അവർ ഫൈൻ അടക്കൂല. ഹലോ, നിങ്ങൾ എവിടെ? നിങ്ങൾ ഫൈൻ അടക്കണ്ടോ ഇല്ലയോ? അവർ ഫൈൻ അടക്കുന്നില്ല. അത് അവര് പറയട്ടെ. ഇവരുടെ വാക്കുകൾ നിങ്ങൾ ഫൈൻ അടക്കരുത്. നിങ്ങൾ ബുദ്ധിമുട്ട് ഞാൻ കാണിച്ചു തരാം. ഈ വലിയൊരു സൂചായി വന്നേക്കണേ. ഏതാ മുമ്പിൽ അന്ന തീറ്റ തന്നെയാണ്. അല്ലെങ്കിൽ ഇങ്ങനെ കളിച്ചു പോയിക്കൂടെ? ടിക്കറ്റ് നോക്കുന്ന ആളാണ്. അത് ശരി, കണ്ടക്ടറാ? കണ്ടക്ടറാണ് ഇപ്പൊ ഈ കോട്ടും കയ്യൊക്കെ ഇട്ട് വന്നേക്കണേ. ആ നടക്കണില്ല. കേസ് കൊടുക്കാൻ നമ്മളൊക്കെ കുടുങ്ങിട്ടോ. അതിപ്പോ കേസ് കൊടുക്കാൻ ആരെ കുറച്ച് അപമര്യാദയായിട്ട് പെരുമാറിയില്ല മൂപ്പരെടുത്ത്. കൊണ്ടോണ്ട് കുത്തെന്നൊക്കെ പറഞ്ഞില്ല മൂപ്പര്. ഞാൻ ചെയ്തപ്പോ ഞാൻ കാട്ടി കുത്തൊന്ന് പറഞ്ഞു നിങ്ങള്. അതൊക്കെ ആയിരിക്കും മൂപ്പരാട് പോയി പറയാ. സാറേ റെയിൽവേ പോലീസ് ഒന്ന് ചോദിച്ചാൽ ഞാൻ സത്യം പറയട്ടോ. എന്താ കുറ്റയ്ക്ക് പറഞ്ഞ? നമ്മള് വർത്താനത്തിന് നിങ്ങൾ എല്ലാരും പറഞ്ഞില്ലേ? അല്ല, നമ്മള് പറഞ്ഞു നമ്മളൊക്കെ ഉദ്യോഗസ്ഥന്മാർ. അതുപോലെ ഞങ്ങള് ആണോ? നിങ്ങൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. ഇവരെയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. അച്ഛൻ അവിടെ കിടന്ന് ഉറങ്ങിക്കേ ഇത്തിരി നേരം? അവിടെ കിടന്നു. ഒരു കുഴപ്പമില്ലാട്ടാ. ഒരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. അതല്ല, അപ്പൊ നിങ്ങളോടൊന്നും ടിക്കറ്റ് ചോദിച്ചില്ലല്ലോ. നമ്മളൊക്കെ സീസൺ ടിക്കറ്റ് അല്ലേ? എന്ന് വെച്ചാൽ എന്ത്? മാസത്തിൽ ഒരുമിച്ച് എടുക്കണോ ഞങ്ങള്? എന്നും പോയി വരുന്നവരല്ലേ? അതുകൊണ്ടാ. കുറെ നാളായി ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ എന്നെ ചൊറിയാൻ തുടങ്ങിയിട്ട്. ഇന്ന് കാണിച്ചു കൊടുക്കാൻ. ഹലോ, റെയിൽവേ കൺട്രോൾ ഓഫീസല്ലേ? അത് നമ്മുടെ ചീഫ് കൺട്രോളർ ബാഹുലേ സാറിന് ഒന്ന് കൊടുക്കണേ. ഇത് TTR മന്മഥനാണെന്ന് പറഞ്ഞാൽ മതി. സാറിന് അറിയാം. ഹോൾഡ് ചെയ്യാം. ആയിക്കോട്ടെ. മന്മഥനോടെ നമ്മരെ കളിയേ. നമസ്കാരം സാറേ. അതെ, ഒന്നുമില്ല സാർ. ഞാനിപ്പോ ഡ്യൂട്ടി നോക്കുന്ന ട്രെയിനിനുള്ളിൽ കുറച്ച് അഹങ്കാരികളായ സർക്കാർ ഉദ്യോഗസ്ഥരുണ്ട്. അയ്യോ ഇല്ല, ഞാൻ വളരെ മാന്യമായിട്ട് തന്നെ അവരോട് സംസാരിക്കാറ്. അപ്പൊ ഇന്ന് എന്നെ ഒരുപാട് അങ്ങ് ഇൻസൾട്ട് ചെയ്തോ. അപ്പൊ നമ്മുടെ ട്രെയിൻ എവിടെയെങ്കിലും ഒരു ഇച്ചിരി സമയം ഒന്ന് പിടിച്ചിടണം. നമ്മുടെ ഇന്ത്യൻ റെയിൽവേ അല്ലേ സാർ? അല്ല, പതിവ് ലേറ്റ് ആവുന്നതിന്റെ കൂട്ടത്തിൽ ഇന്ന് ഇച്ചിരി കൂടെ ലേറ്റ് ആവുന്നു, അത്രേ ഉള്ളൂ. ഇല്ലെന്ന് പറയല്ലേ സാറേ. ഒന്നുമില്ലെങ്കിലും നമ്മളെ ഒരു പഴയ സൗഹൃദം ഉണ്ടല്ലോ. മതി അത് മതി. ഓക്കെ താങ്ക് യു. എടാ, ഇന്ന് നീയൊക്കെ കുറെ